ഹലോ, ഞാൻ ഫാറൂഖ് പരേടത്താണ്. ഇന്ന് ഞാനൊരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതായത് ടാലിയിൽ നമ്മൾ എങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ടാലിയുടെ വീഡിയോ ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ ചാനലിലൂടെ ടാലിയുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് കമ്പനി ക്രിയേഷൻ ആണ്. കമ്പനി ക്രിയേഷനിൽ നമ്മളിതാ മുകളിൽ കമ്പനി എന്ന് കണ്ടല്ലോ. ഈ കേൻ്റെ അടിയിൽ ഒരു സിംഗിൾ ലൈനാണുള്ളത്. സിംഗിൾ ലൈൻ വന്നാൽ നമ്മൾ ഓൾട്ട് കെ ആണ് അടിക്കേണ്ടത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഫസ്റ്റത്തെ ആദ്യത്താണ്. അപ്പോൾ ഒരൊറ്റ ലൈനുള്ളൂ എന്ന് നമ്മൾ കാണുകയാണെങ്കിൽ എ എന്നുള്ളത് ഓർത്താൽ മതി. അപ്പോൾ ഓൾട്ട് കെ അടിച്ചാൽ എ എന്ന് പറഞ്ഞാൽ ഓൾട്ട് കെ എന്നടിച്ചാൽ നമുക്ക് സിംഗിൾ ലൈൻ ഉള്ളതിൽ ഓൾട്ട് കെ എന്നടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, കമ്പനി ക്രിയേഷനിലേക്ക് പോവാം. ഇനി രണ്ട് ലൈൻ ആണെങ്കിൽ കൺട്രോൾ ആണ്, പിന്നെ ആ ലെറ്റർ ഏതാണോ ആ ലെറ്റർ അടിക്കുക. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, ഷോർട്ട് കട്ടാണ്. ഓൾട്ട് കെ എന്നടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, കമ്പനി ക്രിയേഷനിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഓൾട്ട് കെ അടിച്ചു, ക്രിയേഷൻ, അതിൽ ക്രിയേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ കമ്പനി ക്രിയേഷനിലെ ഇൻ്റർഫേസ് ഇതുപോലെയായിരിക്കും. ഇതിൽ നമ്മൾ മുകളിൽ ഡാറ്റ പാത്ത് കാണുന്നുണ്ട്. ഇത് സി ആണ്. അപ്പം നമ്മൾ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിയിൽ കുഴപ്പമില്ല. നേരത്തെ ഒരു റിയൽ അക്കൗണ്ട്സ് ഒക്കെ ചെയ്യുന്ന കമ്പനിയൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡീലായിരിക്കും ബെറ്റർ, നന്നാവുക. ബിയിലാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ സിയിൽ തന്നെ ചെയ്യുന്നു. നമ്മളൊരു കമ്പനിക്ക് ഒരു പേര് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പേര് കൊടുക്കുന്നത് ABC ട്രേഡേഴ്സ് എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ABC ട്രേഡേഴ്സ് എന്ന് നമ്മൾ കമ്പനീൻ്റെ പേര് കൊടുക്കുന്നു. മെയിലിംഗ് നെയിമും നമ്മളിപ്പോൾ തൽക്കാലം അത് തന്നെ കൊടുക്കുന്നു. ഇനി അഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഏതാണ്, അപ്പോൾ മലപ്പുറം എന്നൊക്കെ കൊടുക്കുകയാണ്. മലപ്പുറം എൻ്റർ അടിക്കുക. സ്ഥലത്തിൻ്റെ പേര് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ. അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. കോഴിച്ചന എന്ന് കൊടുത്തു ഞാൻ. പിന്നെ ഇനിയിപ്പോൾ ഞാൻ കൂടുതലൊന്നും കൊടുക്കുന്നില്ല. ഇവിടെ നമ്മൾ റീജിയൻ, ഇവിടെ നമ്മൾ കേരളയാണ്. നമ്മൾ കേരളത്തിൽ ഇന്ത്യയിലെ ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കേരള എന്ന് കൊടുക്കുന്നു. കേരള കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൺട്രി ഇന്ത്യ വന്നു. പിൻകോഡ് ചോദിക്കുന്നുണ്ട്. ഞാനൊരു പിൻകോഡ് കൊടുക്കുന്നുണ്ട്. പിൻകോഡ് കൊടുത്തു, എൻ്റർ അടിച്ചു. ടെലിഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. ടെലിഫോൺ നമ്പർ കൊടുക്കാം. മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരു മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട്. മൊബൈൽ നമ്പർ കൊടുത്തു. ഇനി എൻ്റർ അടിക്കുക. ഫാക്സ്, ഇമെയിൽ, വെബ്സൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് April 1 to March 31 ആണ്. അപ്പം നമ്മൾ ഇപ്പം ഇതിൽ April 1 കൊടുക്കുകയാണ്. പിന്നെ ഇയർ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 24 കൊടുക്കാം. നമ്മൾ 24 കൊടുത്തു. ഓക്കെ, April 1 24. ഇത് ബുക്ക് ബിഗിനിങ് ആണ്. അതായത് നമ്മൾ കമ്പനിയിൽ റെക്കോർഡിംഗ് ഒക്കെ, നമ്മളെ അക്കൗണ്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ആണ് ഇപ്പോൾ എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ ചില കമ്പനി ചിലപ്പോൾ മെയ്, ജൂൺ അങ്ങനെയൊക്കെ ഏതോ ഉണ്ടാവും തുടങ്ങുന്നത്. ആ സമയം, ആ ഡേറ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടെയും April 1 2024 തന്നെ നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ എൻ്റർ അടിക്കുന്നു. ഇതിൽ ബേസ് കറൻസി സിമ്പിളൊക്കെ വന്നു. ഇന്ത്യൻ്റെ INR വന്നു. ഇത് നമ്മൾ സേവ് ചെയ്യുന്നു. ഇത് സേവ് ചെയ്താണ്ട നമുക്ക് ഒരു പോപ്പപ്പ് വന്നു, കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ളത്. ഇനി നമ്മൾ കൊടുക്കാനുള്ളത് ഇതിൻ്റെ ഫീച്ചറാണ്. അതായത് പിന്നെ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് യെസ് കൊടുത്തു നമ്മൾ. പിന്നെ എനേബിൾ ബിൽ വൈസ് എൻട്രി യെസ് കൊടുത്തു. കോസ്റ്റ് സെൻറ്റർ നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല. ഇൻവെൻട്രി യെസ് കൊടുത്തു. ഇൻറ്റഗ്രേറ്റ് അക്കൗണ്ട് വിത്ത് ഇൻവെൻട്രി, അത് അക്കൗണ്ട്സും ഇൻവെൻട്രിയും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അത് യെസ് കൊടുത്തു, അത് വേണമെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ടാക്സ്, നമ്മളിപ്പോൾ GST എനേബിൾ ചെയ്യുന്നില്ല. GST നമ്മൾ പിന്നെ നമുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ GST എനേബിൾ ചെയ്യുന്നില്ല. നമ്മൾ നേരെ മുന്നോട്ട് പോവാണ്. എന്നിട്ട് നമ്മളിത് സേവ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തു. ഈ കമ്പനി ഇപ്പം നമ്മൾ ഇതിൽ രണ്ട് കമ്പനി കാണുന്നുണ്ട്. ഇതിൽ പിന്നെ ബോൾഡായിട്ട് കിടക്കുന്നതാണ് നമ്മുടെ ആക്റ്റീവായുള്ള കമ്പനി എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഇവിടെ ABC ട്രേഡേഴ്സ് ആണ് ബോൾഡ് ആയിട്ട് കാണുന്നത്. അപ്പോൾ അത് നമ്മൾ
ആണ് ആക്റ്റീവായ കമ്പനി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള രൂപത്തിൽ ഞാൻ കമ്പനി ക്രിയേഷൻ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ തന്നെ ലെഡ്ജർ ക്രിയേഷൻ എന്ന് പഠിക്കാം. എങ്ങനെയാണ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലി ഇതിലെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ഗ്രൂപ്പ് ഉണ്ട്, ലെഡ്ജർ ഉണ്ട്, കറൻസി ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ഇതിൽ നമ്മൾ ലെഡ്ജർ ക്ലിക്ക് ചെയ്യുന്നു, എൻ്റർ ചെയ്തു. ഇപ്പോൾ ഇവിടെ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്ക് ആദ്യമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ അതാണ് പിന്നെ ആദ്യമായിട്ട് വരിക. അപ്പോൾ നമ്മളൊരു ക്യാപിറ്റൽ എന്ന ഒരു ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ക്യാപിറ്റൽ എന്ന് കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു. അതിൻ്റെ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് കൊടുത്തു, നമ്മൾ എൻ്റർ അടിച്ചു. പിന്നെ നമ്മളിത് സേവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് സേവ് ചെയ്തു. നമ്മുടെ ടാലിയിൽ ക്യാഷ് ലെഡ്ജറും ഉണ്ടാവും, അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇനി ക്യാഷ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഒരു പർച്ചേസ് ലെഡ്ജർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പർച്ചേസ് എന്ന് കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു. അതിൻ്റെ അണ്ടർ പർച്ചേസ് ആണ്. നമ്മളിവിടെ വെച്ച് പി അടിച്ചു കൊടുത്താൽ മതി. പി അടിച്ചാൽ പിയിലുള്ളത് നമുക്ക് പിന്നെ എന്ത് ചെയ്ത് വരും, നമുക്കിവിടെ മുന്നിലോട്ട് വരും. അതിൽ പർച്ചേസ് എന്നുള്ള പർച്ചേസ് അക്കൗണ്ട് ഞാൻ എൻ്റർ കൊടുത്തു. തൽക്കാലം ഞാൻ ഇത് നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുന്നു. ഇതൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകുന്നു. തൽക്കാലം ഞാൻ പെട്ടെന്ന് ഇത് എങ്ങനെ ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാണ്. ഇപ്പോൾ നമ്മൾ ലെഡ്ജർ പർച്ചേസും ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് സെയിൽസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. സെയിൽസ് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇതിൻ്റെ അണ്ടർ വരൽ സെയിൽസ് എന്നുള്ള ഇതിലാണ്. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് ഞാൻ കൊടുത്തു, എൻ്റർ അടിച്ചു, സേവ് ചെയ്തു. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന ഒരു ബാങ്കിൻ്റെ ലെഡ്ജറാണ്, ബാങ്ക്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ SBI ബാങ്ക് എന്ന് കൊടുക്കാം. SBI ബാങ്ക്, എൻ്റർ അടിച്ചു. ഇതിൻ്റെ അണ്ടർ വരിക ബാങ്ക് അക്കൗണ്ട് എന്നുള്ള അണ്ടറിലാണ് വരിക. ബാങ്ക് അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ അതിൽ നമുക്ക് ബാങ്കിൻ്റെ നമ്പർ, അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട്, അതൊക്കെ എല്ലാവരും കൊടുക്കുക. ഞാൻ ഇത് നേരെ അടിച്ചു പോവാണ്. ഇത് നമുക്ക് ക്വിക്കായിട്ട് സേവ് ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ കൺട്രോൾ A അടിച്ചാൽ മതി. അത് ക്വിക്കായിട്ട് സേവ് ചെയ്യാം. നമ്മൾ ഇങ്ങനെ എൻ്റർ അടിച്ച് പോയിക്കാണ് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. കൺട്രോൾ A അടിച്ചാൽ മതി. ഇനി നമ്മൾ അടുത്ത ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിനെയാണ് നമ്മളൊരു PQR എന്നുള്ള ഒരു പിന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് നമ്മൾ പർച്ചേസ് ചെയ്യാണ്, ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ നമ്മളൊരു PQR എന്ന് പറഞ്ഞ ഒരു പാർട്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ PQR ട്രേഡേഴ്സ് എന്ന് നമ്മൾ കൊടുക്കാം. PQR ട്രേഡേഴ്സ് കൊടുത്തു. ഇതിൻ്റെ അണ്ടർ എന്താ വരിക, സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ് വരിക. സൺട്രി ക്രെഡിറ്റേഴ്സ് നമ്മൾ കടത്തിന് പർച്ചേസ് ചെയ്യണം. എൻ്റർ അടിച്ചു. ഇതിൽ ഇവിടെയാണ് ആ ബിൽ ബൈ ബില്ല് നമ്മൾ പറഞ്ഞത്, നേരത്തെ നമ്മൾ യെസ് ആക്കി കൊടുത്തല്ലോ. അപ്പോൾ നമ്മൾ ഇവരുടെ കടത്തിന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ഇവർക്ക് പൈസ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവരെ ബില്ലിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നത് ഓരോ ബില്ലല്ലേ. അപ്പോൾ അതിനാണ് ഇവിടെ മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, യെസ് ആക്കി കൊടുക്കണം. ഇത് ആരും മറക്കരുത്. ഓക്കെ, എൻ്റർ അടിക്കുന്നു. എൻ്റർ അടിക്കുന്നു. നമ്മൾ ക്വിക്കായിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്ന പറഞ്ഞാൽ കൺട്രോൾ A അടിക്കുന്നു, ക്വിക്കായിട്ട് സേവ് ചെയ്തു. ഇനി നമ്മളൊരു കടത്തിന് സെയിൽ ചെയ്യാണ്. അവരെ നമ്മൾ വിളിക്കുന്നത് സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. നമ്മൾ ഇങ്ങോട്ട് പൈസ തരാനുള്ള ആൾക്കാർ. അപ്പോൾ നമ്മളൊരു സൺട്രി ഡെപ്റ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ഹനാൻ ട്രേഡിംഗ് കമ്പനി എന്ന് കൊടുക്കും. നമ്മൾ ഇവർക്ക് കടത്തിന് സെയിൽ ചെയ്യണം. അപ്പോൾ ഇവർ നമ്മളെ സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ സൺട്രി ഡെപ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യുന്നു, അണ്ടർ കൊടുക്കുക സൺട്രി ഡെപ്റ്റേഴ്സ്. ഇവിടെയും മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ എന്നുള്ളത് യെസ് ആക്കി കൊടുക്കണം. നമ്മൾ എൻ്റർ അടിച്ച് പോകുന്നു.
സേവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ലെഡ്ജർ ക്രിയേഷൻ. ഇപ്പം നമ്മൾ കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും ലെഡ്ജർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വൗച്ചർ ക്രിയേഷൻ, വൗച്ചർ എങ്ങനെയാണ് നമുക്കൊരു ജേണൽ എൻട്രി ഒക്കെ ഇടുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ ബൈ.